നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കേരള കാഴ്ചകൾ എന്നൊരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോകുന്നത് തൊമ്മൻകുത്ത് വാട്ടർഫാളിലേക്കാണ്. തൊമ്മൻകുത്ത് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ നിന്ന് 16 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ തൊമ്മൻകുത്ത് വാട്ടർഫാളിലെത്താം. ഇരുവശങ്ങളിൽ കാടുകളാണ്. ഞങ്ങളിപ്പോൾ തൊടുപുഴയിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ തൊമ്മൻകുത്ത് വാട്ടർഫാളിലെത്തും. ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് പൊതുവെ വെള്ളമെല്ലാം കുറവാണ്. ഇത് കൂടുതലും ഫോറസ്റ്റ് ഏരിയ ആണ്. ഇരുവശങ്ങളിലും കാടുകളാണ്. ഇടുക്കി വനമേഖലയിൽപ്പെട്ട ബസ് 150 രൂപ. അങ്ങനെ ഞങ്ങൾ തൊമ്മൻകുത്ത് വാട്ടർഫാളിൻ്റെ കവാടത്തിനടുത്തെത്താറായി. ഇവിടെ പേ ആൻഡ് പാർക്കുണ്ട്. ഇവിടെ കാറിന് 40 രൂപ, ടെമ്പോ ട്രാവലർ 100 രൂപ, ബസ്സൊക്കെ 150 രൂപ. ഇങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ തൊമ്മൻകുത്ത് വാട്ടർഫാളിലേക്കുള്ള കവാടത്തിൻ്റെ അവിടെ എത്തി. 40 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ് കാണുന്നതിന്. ട്രക്കിംഗ് ഉണ്ട് ഇവിടെ. 1500 രൂപ. ഒരു ഗൈഡ് കൂടുതലുണ്ടാവും. 5 പേർക്കാണ് 1500 രൂപ. ഉൾക്കാടുകളിലേക്ക് ഗൈഡ് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ തൊമ്മൻകുത്ത് വാട്ടർഫാൾ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുന്നു. കവാടത്തിൻ്റെ ഇവിടുന്ന് ഒരു കിലോമീറ്ററോളം നടക്കണം. അങ്ങനെ ഞങ്ങൾ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണിത്. 24 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. അടുത്ത് നിങ്ങളാവരുത്. മഴക്കാലത്ത് തൊമ്മൻകുത്ത് വാട്ടർഫാൾ അത് ഡേഞ്ചറാണ്. എത്തിയില്ല, ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. പാതി ദൂരമായതേ ഉള്ളൂ. വരുന്ന വഴിക്കൊരു മരം നിൽപ്പുണ്ട്. അതിൻ്റെ പേരെന്താ, എന്തോ ഒരു പേര്. വലിയ ചുറ്റും കാടായതുകൊണ്ട് വലിയ വലിയ വടവൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇടുക്കി വനമേഖലയുടെ ഭാഗമാണിത്. മൃഗങ്ങളൊക്കെ ഇറങ്ങാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇവിടെ മുഴുവൻ അപായമാണ്. മഴക്കാലത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ ആളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. പോകുന്ന വഴി എല്ലാം പുഴയുടെ നല്ല സീനറികളാണ് കൂടുതലുള്ളത്. ഇനിയും എത്തിയില്ല, ഇനിയും നടക്കണം. ഞങ്ങളിങ്ങനെ വലിയ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ഇട ദിവസമായതുകൊണ്ട് പൊതുവിൽ ആൾക്കാർ പൊതുവെ കുറവായിരുന്നു. ഞങ്ങളൊരു ബുധനാഴ്ചയാണ് ഇവിടെ പോകുന്നത്. അതുകൊണ്ട് സഞ്ചാരികൾ തീരെ കുറവാണ്. പുഴയിൽ വെള്ളമാണെങ്കിലും തീരെ കുറവാണ്. പോയത് അതിൻ്റെ ഒരു സീസൺ ടൈമിലായിരുന്നില്ല. വലിയ പാറക്കഷ്ണങ്ങളും കമ്പുകളും ഒക്കെ ആയിട്ട് നല്ല സീനറിയാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ കൊള്ളാം. അവിടെ എവിടെയായി കുറച്ച് വെള്ളം, ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ വെള്ളമുണ്ട്, ചില ഭാഗങ്ങളിൽ വെള്ളമില്ല. ഇതൊരു ഇടുക്കി വനമേഖലയുടെ ഭാഗമാണ്. ഇതിൻ്റെ ചുറ്റും ഭയങ്കര കാടുകളാണ്. പുഴയുടെ വലതുവശം നിറയെ കാടുകളാണ് ഇടുക്കി വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതാണ്ട് ഇവിടെ ബാമ്പു കൊണ്ടുണ്ടാക്കിയൊരു പാലം ഉണ്ട്. അതിലൂടെ നടന്ന് അക്കരെ എത്താം. ഇനിയും ആയിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്നു. വേനൽക്കാലം ആയതുകൊണ്ട് പ്രകൃതി മുഴുവൻ വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചുറ്റും 100 മീറ്റർ ഇടവിട്ട് ഗാർഡുകളുണ്ട്. സഹായത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ സഹായിക്കാനായിട്ടും. മഴക്കാലത്ത് പുഴയിലേക്ക് ഇറങ്ങാൻ ഗാർഡുകൾ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന് അരികിലെത്താറായി. ആ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ വേനൽക്കാലത്തെ രൂപം. മഴക്കാലത്ത് അതിഭീകരമായിരിക്കും. ഇപ്പം വെള്ളം പൊതുവെ കുറവാണ്, എങ്കിലും ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടം എന്ന് പറയാം. മുഴുവൻ പാറക്കൂട്ടങ്ങളാണ്. ഇപ്പം വേനലായതുകൊണ്ട് അധികം തെറ്റലില്ല, എങ്കിലും സൂക്ഷിച്ചൊക്കെ പോകണം. ഇതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ചുറ്റും കയറ് കെട്ടിയിട്ടുണ്ട്, റിബണുമുണ്ട്. അതിനപ്പുറം പോകാൻ പാടില്ല. ഗാർഡുകൾ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്. ഈ കാണുന്നതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇതിൻ്റെ വലതുവശം മുഴുവൻ കാടാണ്. ഫോട്ടോ എടുക്കാനൊക്കെ സീനറിയാണ്, കൊള്ളാം. പക്ഷെ വെള്ളത്തിലിറങ്ങാൻ പാടില്ല, അതീവ ഡേഞ്ചറാണ്. ഇവിടെയെല്ലാം 10-24 പേരോളം ഇതിനോടകം തന്നെ വിനോദസഞ്ചാരികളായിട്ട് വന്നിരിക്കുന്നവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഇത്
തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്ന് കാണാവുന്ന ഒരു ഭാഗമാണ്. പക്ഷേ ഇതിലേക്ക് കയറാൻ പാടില്ല, ഇത് മുഴുവൻ ദ്രവിച്ചിരിക്കും.